നമ്മുടെ വയനാട് ജില്ലയിലെ മേപ്പാടിയിൽ സ്ഥിതി ചെയ്യുന്ന ചോലമല വാട്ടർഫാൾസിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മേപ്പാടിയിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരം മാറി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വെള്ളച്ചാട്ടമാണ് ചോലമല വാട്ടർഫാൾസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെമ്പ്ര മലയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ചോലമല. കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഉണ്ട് ചെമ്പ്രമലയുടെ ചുറ്റും. നമ്മൾ മിക്കവരും കേട്ടിട്ടുള്ള സ്ഥലമാണ് മേപ്പാടി. കാരണം ചൂരൽമല ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്തിൽ നിന്നും കുറഞ്ഞ ദൂരം മാത്രമാണ് ഇവിടേക്കുള്ളത്. മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്ക് യാത്ര തുടങ്ങുന്നത്. മഴക്കാലങ്ങളിൽ ഇവിടേക്ക് വരാതിരിക്കുക. വളരെ അപകടം പിടിച്ച സ്ഥലമാണ് ഇവിടെ. ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന പാറകളും പാറക്കഷ്ണങ്ങളും ഉണ്ട് ഇവിടെ. വളരെ മിനുസമുള്ള ഇവയുടെ പ്രതലത്തിൽ മഴക്കാലത്ത് പൂപ്പലും പായലും നിറഞ്ഞ് വഴുതി വീഴാൻ ചാൻസ് ഉണ്ട്. രാവിലെ 8 മണിയോടുകൂടിയാണ് ഞങ്ങൾ ഇവിടെ കാണാൻ വന്നത്. അപ്പോൾ തന്നെ ഒരുപാട് സഞ്ചാരികൾ ഇവിടെ കാണാനും കുളിക്കാനും എത്തിയിട്ടുണ്ട്. വെള്ളത്തിന് നല്ല തണുപ്പും അതുപോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപകടം പിടിച്ച ഇത്തരം പാതയിലൂടെയാണ് നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോകേണ്ടത്. ദിവസവും ഒരുപാട് സഞ്ചാരികൾ ഇവിടെ കാണാൻ വരാറുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ തെന്നി വീഴും ഉറപ്പാണ്. ആനയും പുലിയും കരടിയും ഇറങ്ങുന്ന കൊടും കാടാണ് മുകളിൽ. കാഴ്ചകൾ അതിമനോഹരവും വഴികൾ അതികഠിനവുമാണ്. ഏത് നിമിഷവും തകർന്നു വീഴാൻ പാകത്തിലുള്ള പാറക്കൂട്ടങ്ങളാണ് ഇവിടെ എല്ലായിടത്തും. ഇതിൻ്റെ അടിയിൽ നിൽക്കാൻ തന്നെ ഭയം തോന്നുന്നു. ഇതുപോലുള്ള വഴികളിൽ കൂടി വേണം നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പോകാൻ. ഒരുപാട് റിസ്ക് എടുത്താണ് ഞങ്ങൾ ഈ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. അങ്ങ് ദൂരെ കാണുന്നതാണ് വെള്ളച്ചാട്ടം. ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് എത്താറായപ്പോൾ ഒരുപാട് പേർ ഈ വെള്ളച്ചാട്ടം കാണാനും അതിൽ കുളിക്കാനും വേണ്ടി വരുന്നത് കണ്ടു.
ദാ ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടം. ഒരു 10-20 അടി മുകളിൽ നിന്ന് താഴോട്ട് വെള്ളം ചാടുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. വെള്ളം ചാടുന്ന ഭാഗത്ത് 3 ആൾ താഴ്ച ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലേക്കൊക്കെ ഒരാൾ താഴ്ച ഉണ്ട്. പെരുന്നാൾ ദിവസത്തിൽ എടുത്ത ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് 2 ആഴ്ച കഴിഞ്ഞായിരിക്കും. അപ്പോൾ തന്നെ ഇങ്ങോട്ട് ആർക്കും വരാൻ കഴിയാത്ത വിധം ആയിട്ടുണ്ടാവും. നല്ല മഴയും നല്ല വെള്ളവും ഉണ്ടായിരിക്കും. പിള്ളേർ കുളി തുടങ്ങി. പിള്ളേർ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ വെള്ളത്തിൻ്റെ ഹൈറ്റും വീതിയും. ഞങ്ങൾക്കും കുളിക്കണം എന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. കുളിക്കാനുള്ള തോർത്തും ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ കാഴ്ച കണ്ട് തിരിച്ചു പോകാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് ഒരു വ്യൂ പോയിൻ്റ് കാണാൻ പോകാൻ. അതും ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താം. ചെമ്പ്രമലയും അതിൻ്റെ 2 മലകളും ചേർന്ന ഒരു വ്യൂ പോയിൻ്റ്. അത് കാണാൻ വേണ്ടി നമുക്ക് പോകാം. ഈ കാണുന്നതാണ് ഒറിജിനൽ കാട്ടുമാങ്ങ. മലയുടെ മുകളിൽ നിന്നും ഒലിച്ചു വന്നതാണ്. ഈ മാങ്ങ 1 ഇഞ്ച് 1.5 ഇഞ്ച് മാത്രമേ വലുതാവുകയുള്ളൂ. നല്ല മധുരമാണ്. പക്ഷേ ഈ കാണുന്നത് നമുക്ക് കഴിക്കാൻ കഴിയില്ല. കാരണം അത് ചീഞ്ഞിട്ടുണ്ടായിരുന്നു. വന്ന വഴികളിൽ കൂടിയല്ല ഞങ്ങൾ തിരിച്ചിറങ്ങുന്നത്. കറങ്ങി വേറൊരു വഴിക്കാണ് ഞങ്ങൾ തിരിച്ചിറങ്ങുന്നത്. എവിടെ നോക്കിയാലും കുറ്റൻ പാറകളാണ്. ഇത് ചാടിക്കടന്ന് വേണം ഞങ്ങൾക്ക് റോട്ടിലേക്ക് പോകാൻ. ഒരുപാട് കുടിവെള്ള പൈപ്പുകൾ ഇവിടെ കാണാൻ കഴിയും. തൊട്ട താഴെയുള്ള വീടുകളിലേക്കും അതുപോലെ മേപ്പാടി ടൗണിലേക്കും ഇവിടെ നിന്ന് വെള്ളം കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ചാടിക്കടന്ന് ഞങ്ങൾ ഏകദേശം റോഡിൻ്റെ അടുത്ത് എത്താറായി. ഇവിടെ നിന്നും ഏകദേശം ഒരു 100 മീറ്റർ മാത്രമാണ് റോഡിലേക്കുള്ളത്. ദൂരെ കാണുന്നതാണ് പാലം. നമ്മൾ വന്ന ആ പാലത്തിലേക്ക് എത്താൻ ഇവിടുന്ന് ഏകദേശം 100 മീറ്റർ ഉണ്ട്. അവിടെ നിന്നും ഞങ്ങൾ എലുമ്പിലേരി എന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. വളരെ ഡേഞ്ചറായ റോഡാണിത്. ഏത് നിമിഷവും ആനയോ മറ്റ് മൃഗങ്ങളോ മുന്നിൽ ചാടാനുള്ള ഏറ്റവും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കൂടിയാണ് യാത്ര. ഈ കാണുന്നത് ഒരു ആനത്താരയാണ്. ചുറ്റുപാടും നോക്കിയിട്ടാണ് ഞങ്ങൾ യാത്ര മുന്നോട്ട് നീങ്ങുന്നത്. അടുത്ത സെക്കൻഡ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ ഞങ്ങൾ യാത്ര മുന്നോട്ട് തന്നെ. ഈ പ്രദേശങ്ങളിൽ അധികവും ആനയുടെയും കാട്ടിയുടെയും പ്രസൻസാണ് കൂടുതൽ കാണാൻ കഴിയാറുള്ളത്. സൈഡിൽ പലയിടത്തും ധാരാളം ആനപ്പിണ്ടങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെയും അതിൻ്റെ മുന്നത്തെ ദിവസങ്ങളിൽ വന്നുപോയ പാടുകൾ ഇഷ്ടംപോലെയുണ്ട്. ഉള്ളിൽ നല്ല ഭയത്തോടെയാണ് ഞങ്ങൾ യാത്ര മുന്നോട്ട് നീങ്ങുന്നത്.
ഈ കാണുന്നത് ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഉള്ളിൽ കയറാൻ കഴിയുകയില്ലെന്നും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്നും. ഒരു 3 വർഷം മുന്നേ വന്നപ്പോൾ 3 കിലോമീറ്റർ ദൂരം വരെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലൂടെ യാത്ര ചെയ്തതാണ്. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു. മനോഹരങ്ങളായ റോഡുകളും അതുപോലെ തന്നെ ഇല്ലിക്കാടുകളും. ഈ കോൺക്രീറ്റ് ചെയ്ത ചെറിയ റോഡിലൂടെയുള്ള യാത്ര അടിപൊളിയാണ്. ബൈക്കിൽ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീൽ കിട്ടും. കാറുകളോ മറ്റ് വലിയ വാഹനങ്ങളോ ഇതിലൂടെ യാത്ര ചെയ്യാൻ കഴിയുകയില്ല. മേപ്പാടി ടൗണിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ വ്യൂ പോയിൻ്റ്. ഒരു ഹിഡൻ പ്ലേസാണ് ഈ സ്ഥലം. അധികമാരും ശ്രദ്ധിക്കാത്ത സ്ഥലമായതുകൊണ്ട് അധികമാരും ഇങ്ങോട്ട് വരാറില്ല. യാത്രയും അടിപൊളിയാണ്, വ്യൂ പോയിൻറ്റും അടിപൊളിയാണ്. കുത്തനെയുള്ള കയറ്റമാണ് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ടൗണിനോട് ചേർന്ന ഭാഗമായതുകൊണ്ട് പലയിടത്തും വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. വീഡിയോയിലൂടെ കണ്ടാൽ നിങ്ങൾക്കറിയില്ല ഇതിലൂടെയുള്ള യാത്ര. അതിൻ്റെ ഒരു ഫീൽ അടിപൊളിയാണ്. റോഡുകളെല്ലാം അടിപൊളിയായി പണിത് വെച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കാണാൻ പോകുന്നതാണ് ആ വ്യൂ പോയിന്റ്. ഓ സൂപ്പർ, അടിപൊളി. ചമ്പ്രയുടെ എല്ലാ ഭാഗങ്ങളും ഇവിടെ നിന്നാൽ കാണാം. അതിൻ്റെ അടിവാരവും ഓ സൂപ്പർ. വഴികളൊക്കെ കാണിക്കുന്നത് വളരെ മനോഹരമായ വഴികൾ ആയതുകൊണ്ടാണ്. ചെറിയ കോൺക്രീറ്റ് റോഡുകളും അതുപോലെ തന്നെ തിക്ക് ഫോറസ്റ്റും ചുറ്റും. ഇപ്പോൾ സമയം 12 മണി ആകാറായി. ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. രാവിലെ 7:30 മണിക്ക് പുറപ്പെട്ടതാണ് ഞങ്ങൾ മേപ്പാടിയിലേക്ക്. അവിടെ നിന്നും ചോലമല, അത് കഴിഞ്ഞ് എലിമ്പുലേരി, അത് കഴിഞ്ഞ് വ്യൂ പോയിൻ്റ് എല്ലാം ഈ ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വഴി അടിപൊളിയാണ്. ഇതിലൂടെ ഉള്ള യാത്ര ഒരു രക്ഷയുമില്ല. അപ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ കൊച്ചു കൊച്ചു വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. നിങ്ങൾ നിർബന്ധമായും എന്നെയും എൻ്റെ ചാനലിനെയും സപ്പോർട്ട് ചെയ്യണം. ഞാൻ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.
like you're envisioning an instrumental piece that truly captures a calm. Beachy ambience, since this one's not about lyrics, I'd suggest imagining soft